മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 42 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ കടന്നു പോകുമ്പോൾ വലിയ ജനങ്ങൾ ചുറ്റും കൂടുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു രക്തസ്രാവക്കാരി കർത്താവിനെ സ്പർശിക്കുന്നു. കർത്താവിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ട് അവളുടെ രക്തസ്രാവം നിലയ്ക്കുന്നു. അവൾ സൗഖ്യം പ്രാപിക്കുന്നു. ഇത് ഈശോനാഥൻ തിരിച്ചറിയുകയാണ്. ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ജനക്കൂട്ടം നിന്നെ തിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് നിന്നെ ആരാണ് സ്പർശിക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന രക്തസ്രാവക്കാരി മുൻപോട്ട് വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണ് താൻ എന്തിനെ സ്പർശിച്ചുവെന്നും താൻ എങ്ങനെ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചുവെന്നും പറയുകയുണ്ടായി. കർത്താവ് അവളോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങളിൽ രക്തം ജീവന്റെ പ്രതീകമാണ്. രക്തസ്രാവക്കാരിയുടെ ജീവൻ ചോരുന്ന അവസ്ഥ, പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയെ കർത്താവ് സൗഖ്യമാക്കുകയാണ് അവളുടെ വിശ്വാസത്തിലൂടെ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പരിശോധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ ചോർന്നു പോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാറില്ലേ? പ്രത്യാശ ചോരുന്ന അവസ്ഥകൾ, സന്തോഷം ചോരുന്ന അവസ്ഥകൾ, സമാധാനം ചോർന്നു പോകുന്ന അവസ്ഥകൾ, സ്നേഹം ചോർന്നു പോകുന്ന അവസ്ഥകൾ, ക്ഷമ ചോർന്നു പോകുന്ന അവസ്ഥകൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ചില മേഖലകളിലെ ചില ചോർച്ചകൾ, തീർന്നു പോകുന്ന അവസ്ഥകൾ നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന ചോർന്നു പോകുന്ന അവസ്ഥകൾ, വചനവായന ഇല്ലാതാകുന്ന അവസ്ഥകൾ, ബലിയർപ്പണമില്ലാതാകുന്ന അവസ്ഥകൾ. നോമ്പ് കാലം നിന്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകുന്നതിനെ പരിശോധിക്കാനും തിരിച്ചറിയാനുമുള്ള കാലഘട്ടമാണ്. ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ചോർന്നു പോകുന്നതിനെ പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ നിന്റെ ചോർച്ചകളൊക്കെ നിൽക്കുകയും നീ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കടന്നു വരികയും ചെയ്യും. കർത്താവിനെ സ്പർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ ബലിയർപ്പിക്കുക, വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ പ്രാർത്ഥനകൾ ഉരുവിടുക, വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ വചനം വായിക്കുക. അപ്പോൾ നീ കർത്താവിനെ സ്പർശിക്കുന്നവനാകും. ഒരു സാധാരണക്കാരൻ്റെ മട്ടിൽ സാധാരണ ജനക്കൂട്ടത്തോട് ചേർന്ന് ബലിയർപ്പിച്ചാൽ, ശ്രദ്ധയില്ലാതെ ബലിയർപ്പിച്ചാൽ, ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിച്ചാൽ, ഒരു കടമ കഴിക്കാൻ വേണ്ടിയിട്ട് ആത്മീയ അഭ്യാസങ്ങൾ നടത്തിയാൽ ജനക്കൂട്ടത്തെ പോലെ കർത്താവിനെ തിക്കുന്നവരായിട്ട് മാറും. പക്ഷേ സ്പർശിക്കുന്നവരായിട്ട് മാറുകയില്ല. സ്പർശിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ, അതിലൂടെ നിന്നിലേക്ക് സൗഖ്യവും വിടുതലും ലഭിക്കണമെങ്കിൽ വിശ്വാസത്തോടും ഭക്തിയോടും തീഷ്ണതയോടും കൂടെ ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും വചനവായനകളും നടത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ നോമ്പിൻ്റെ നാളുകളിൽ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തിരുവചനത്തിൽ ഈ രക്തസ്രാവക്കാരി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവളാണ്. കാരണം അവൾ അശുദ്ധയാണ്. അശുദ്ധയായവളെ വിശുദ്ധി കൊണ്ട് നിറച്ച് മുൻപോട്ട് കർത്താവ് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത് കർത്താവിൽ നിന്ന് പുറകിൽ പോയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ, ജീവിതത്തിൽ അനുഗ്രഹമില്ലാതെ നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ, കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ കർത്താവ് നമ്മളുടെ അശുദ്ധി മാറ്റി മുൻപോട്ട് കൊണ്ടുവരുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നിൻ്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും മേഖലകളിൽ പുറകിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ
കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ നിന്നെ കർത്താവ് മുൻപോട്ട് കൊണ്ടുവരും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ ദിവസത്തെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ അധ്വാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ പഠനങ്ങളിലേക്കും പരീക്ഷകളിലേക്കും ഇറങ്ങിച്ചെല്ലണമേ. ഇന്നത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ കരമുയരട്ടെ. കർത്താവെ, അങ്ങയുടെ കൃപ ഇവരിലേക്ക് ഒഴുകട്ടെ, അഭിഷേകം ഇവരിലേക്ക് ഒഴുകട്ടെ, ശക്തി ഇവരിൽ നിറയട്ടെ. ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.